ആദ്യം തന്നെ ഒരു ക്ഷമയോട് കൂടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. കാരണം ഞാൻ ഈ എപ്പിസോഡ് ഇങ്ങനെ ആയിരുന്നില്ല കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാനൊരു ഓഫ് റോഡ് ട്രാക്ക് ബുക്ക് ചെയ്തിരുന്നു ലോണാവാലയ്ക്ക് അടുത്ത്. പക്ഷേ നിങ്ങൾക്കറിയാം, ബോംബെയിൽ ഈ അടുത്ത ദിവസം ഉണ്ടായിരുന്ന മഴയും കാരണമുണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡെല്ലാം എന്തായാലും 2-3 ദിവസമായിട്ട് നമ്മളിവിടെ ഷൂട്ട് ചെയ്യാനോ ഒരുങ്ങിയിട്ടും പറ്റാതായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മഴയില്ലായിരുന്നു. അപ്പോൾ ആ ട്രാക്കിന് അവർ വിളിച്ചു പറഞ്ഞാൽ അവിടെ കുറേ മണ്ണിടിച്ചിലെല്ലാം ഉണ്ട്, പൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ബോംബെൻ്റെ ഹാർട്ട് ഓഫ് സിറ്റിയിൽ നിന്നും കൊണ്ടുവരുന്നത്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ഡിഫൻഡറാണ്, ഡിഫൻഡർ ട്രോഫി. ക്യാമൽ ട്രോഫി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒളിമ്പിക്സ് ഓഫ് റോഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ്. സാധാരണ ഇപ്പോൾ നമ്മൾ ഫിഫ കാണുന്നുണ്ട്, വേൾഡ് കപ്പ് ഏറ്റവും വലിയൊരു ഇവൻ്റാണ്. അതേപോലെ തന്നെ ഒളിമ്പിക്സ് അത്ലറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഇവൻ്റ്. അതേപോലെ ആയിരുന്നു ഓഫ് റോഡേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇവൻ്റ് ആയിട്ടായിരുന്നു ക്യാമൽ ട്രോഫി കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കൊമമറേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ എഡിഷനാണിത്. പിന്നെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എന്തായാലും എന്താണ് ക്യാമൽ ട്രോഫിയും എന്താണ് ട്രോഫി എഡിഷൻ എന്നെല്ലാം നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ആയിരത്തി 1980 3 ജർമ്മൻ ഓഫ് റോഡ് എന്തൂസിയാസ്റ്റുകൾ ജീപ്പിൻ്റെ CJ6 ആമസോണിൽ ഒരു ഓഫ് റോഡ് എക്സ്പെഡിഷന് പോയിട്ടാണ് ക്യാമൽ ട്രോഫി ആരംഭിക്കുന്നത്. ഈ 3 ജീപ്പിൽ ഒരു ജീപ്പ് കത്തിപ്പോവുകയും 2 ജീപ്പിൽ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 1981 മുതൽ ലാൻഡ് റോവർ ക്യാമൽ ട്രോഫിയിലെ സ്ഥിരം പാർട്ടിസിപ്പൻസായി. അവരുടെ ആദ്യഘട്ടത്തിൽ റേഞ്ച് റോവറും, പിന്നീട് സീരീസ് 3യും, ഡിസ്കവറിയും, പിന്നീട് ഡിഫൻഡറും, അവസാനം 2000 ഇത് അവസാനിക്കുമ്പോൾ ഫ്രീലാൻഡർ വരെയുള്ള മോഡലുകൾ ഈ എക്സ്ട്രീം ചാലഞ്ചിങ് ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകത ഉള്ളത്, എല്ലാ വണ്ടികളും പെയിൻറ് ചെയ്തിരുന്നത് സാൻഡ്രോ യെല്ലോയിലായിരുന്നു. ക്യാമൽ എന്ന സിഗരറ്റ് ബ്രാൻഡാണ് ഇത് സ്പോൺസർ ചെയ്തിരുന്നത്. ഒളിമ്പിക്സ് ഓഫ് 4x4 എന്ന ക്യാമൽ ട്രോഫി അവസാനിക്കുന്നത് സിഗരറ്റ് ബ്രാൻഡുകൾക്കുള്ള റെസ്ട്രിക്ഷൻസ് വന്നപ്പോഴാണ്. 2000 ക്യാമൽ ലാസ്റ്റ് ട്രോഫി നടത്തുന്നത്. ഈ കോമ്പറ്റീഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും ഒരു ഡ്രൈവിംഗ് കോമ്പറ്റീഷൻ മാത്രമല്ല, ഒരു പ്യുവർ എൻഡോറൻസ് കോമ്പറ്റീഷനായിരുന്നു. അത് കാറിൻ്റെയും ഈ കാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 2 ടീമംഗങ്ങളുടെയും എൻഡോറൻസ് ടെസ്റ്റ് ചെയ്യുന്ന എക്സ്ട്രീം ഓഫ് റോഡിങ് ഇവൻ്റായിരുന്നു ഇത്. സൈബീരിയ, മംഗോളിയ, പപ്പാഗുനിയ, മഡഗാസ്കർ, ആമസോൺ എന്നീ സ്ഥലങ്ങളിലാണ് ക്യാമൽ ട്രോഫി നടത്തിയിരുന്നത്. ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസും ഈ ഇവൻറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2 അംഗങ്ങൾ അടങ്ങുന്ന ടീമിൻ്റെ വണ്ടി ഫുള്ളി സ്പെക്ക് ചെയ്തിട്ടാണ് ഈ റേസിൽ പങ്കെടുത്തിരുന്നത്. അതിന് ലാൻഡ് റോവർ തന്നെ അവരുടേതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ടീമിനെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യിക്കുകയായിരുന്നു ചെയ്തത്. എക്സ്റ്റേണൽ റോൾ കേജ്, റൂഫ് റാക്ക്, വിഞ്ചസ്, ഹെവി റിക്കവറി ഗിയർ, സ്നോക്കിൾ, കോഡ് റൂഫ് മൗണ്ടഡ് ഡീപ്പ് വാട്ടർ സ്നോക്കിൾ, റൂഫ് മൗണ്ടഡ് കോഡ് സ്പോട്ട് ലൈറ്റ്സ് എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഈ വണ്ടികളിലുണ്ടായിരുന്നു. കോമൺ ആയിട്ട് വന്നിരുന്നത് സാൻഗ്ലോ യെല്ലോ കളറുമായിരുന്നു. വണ്ടി ഓടിച്ച് പോയാൽ മാത്രമായിരുന്നില്ല ഈ ഡ്രൈവിൻ്റെ പ്രത്യേകത. ഇടയ്ക്ക് ടീം അംഗങ്ങൾക്ക് കയാക്കിങ്ങും മൗണ്ടൻ ക്ലൈംബിങ്ങും മൗണ്ടൻ ബൈക്കിങ്ങും എല്ലാം ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു ടാസ്ക് എടുത്തത് കംപ്ലീറ്റ് ആക്കി വരുന്നവരായിരുന്നു വിന്നേഴ്സ്. പ്രിസിഷൻ, പെർഫെക്ഷൻ, ഡിറ്റർമിനേഷൻ, ഈ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതായിരുന്നു ക്യാമൽ ട്രോഫി. ക്യാമൽ ട്രോഫി എന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള ഓഫ് റോഡിങ് കോമ്പറ്റീഷൻ തിരിച്ചു കൊണ്ടുവരാണ് ഡിഫൻഡർ ട്രോഫിയിലൂടെ. അതിനു വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള മോഡലാണ് ട്രോഫി എഡിഷൻ. ഡിഫൻഡർ ഇറങ്ങി 6 വർഷത്തിന് ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. കാര്യമായ ഫേസ് ലിഫ്റ്റ് അല്ല, ചെറിയ ഫേസ് ലിഫ്റ്റ് വന്നിട്ടില്ല. അത് സാധാരണ ലാൻഡ് റോവറിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഒരു 6 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അതിനെ ഫേസ് ലിഫ്റ്റ് ഉണ്ടാവാറുണ്ട്. ആ ഫേസ് ലിഫ്റ്റിന് ബേസ് ചെയ്തിട്ടാണ് ഈ ട്രോഫി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഫേസ് ലിഫ്റ്റും ട്രോഫിയിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞ ഡിസൈൻ അല്ലെങ്കിൽ ഒരുപാട് കണ്ടിട്ടുള്ളൊരു വണ്ടിയുണ്ട്, ഒന്നും പറയണ്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ലൈറ്റിലൊരു മാറ്റമുണ്ട്. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന 2 ലൈൻസ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്, ഇത് ബ്ലോക്ക് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേഞ്ചാണ്. അത് നേരത്തെ ഗ്ലോസി ആയിരുന്നില്ല, സിൽവർ കളറാണ് വരുന്നത്, ഗ്ലോസി ആയിട്ടുണ്ട്. ഈ നെറ്റ് നേരത്തെ എഡിഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രോഫി ആയതുകൊണ്ട് വന്നിരിക്കുന്ന സാൻഡ് ഗ്ലോ യെല്ലോ, ഇത് ക്യാമൽ ട്രോഫിൻ്റെ ഒരു ഒറിജിനൽ കളറാണ്. അപ്പോൾ സാൻഡ് ഗ്ലോ യെല്ലോവും ഈ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഗ്രീനാണ്.
ഇപ്പം പുതിയതായിട്ട് ഒരു എഡിഷൻ കളർ കൂടെ ബ്ലാക്കിലൊരു കളക്ഷൻ. അപ്പോൾ ആ കളേഴ്സ് എന്താണെന്നും കളർ എങ്ങനെയുണ്ടെന്നുള്ള കാണാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ള കമൻറ്റിൽ അത് പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രോഫി എന്നുള്ള പുതിയൊരു ലോഗോൻ്റെ ഒരു എഡിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഗ്ലോസ് ബ്ലാക്ക് ആണെങ്കിലും ഇവിടെ ഒരു മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു സ്റ്റിക്കറിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ട്രോഫി എന്നുള്ള ഈ ഒരു സ്റ്റിക്കറിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ട്രോഫി എന്ന് പറഞ്ഞാൽ ഇവരൊരു പുതിയ കോമ്പറ്റീഷൻ ഇവൻ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രോഫിൻ്റെ ലോഗോ കാണാം. ഇൻഫാക്ട് ഞാൻ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്കയിലെ മറ്റൊരു ടീം ക്യാമൽ ട്രോഫി ക്ലബ്ബുകാർ ഇതേപോലെ കസ്റ്റമൈസ് ചെയ്തിരുന്നു ഈ മോഡൽ വേരിയൻ്റ് ഇറക്കുമ്പോൾ. അതിന് ഈ ലോഗോ ഒന്നുണ്ട്, പക്ഷേ അവർ ക്യാമൽ ട്രോഫിൻ്റെ ലോഗോ വെച്ചിരുന്നു. പക്ഷേ ഇതിപ്പം ലാൻഡ് റോവർ കൊണ്ടുവന്നപ്പോൾ വന്നതാണ് ഈ ട്രോഫി. പിന്നെ സാധാരണ ട്രോഫി ഇവൻറ്റിന് പോകണമെങ്കിൽ ഒരു വിഞ്ച് വേണം. അത് വേണമെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ലാൻഡ് റോവറിൽ സാധാരണ കമ്പനി ഫിക്സ് ചെയ്യുന്ന വിഞ്ച് ഉണ്ട്, വരുമ്പോഴുള്ള ബമ്പറിന് ചേഞ്ച് ഉണ്ട്, എങ്ങനെയാണോ എന്ന് കാണിക്കാം. പിന്നെ മേജറായിട്ടുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത് സ്നോക്കിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. കാരണം ഡീപ്പ് വാട്ടറിലും പോകണമെന്ന് സ്നോക്കലിൻ്റെ ആവശ്യമുണ്ട്. അതിവിടെ തന്നെ ഉണ്ട്. സാധാരണ നിങ്ങൾ ചിലപ്പോൾ 2 ലിറ്ററിനെല്ലാം ആ സൈഡിലായിരിക്കും കണ്ടത്, നമ്മളെ വണ്ടിയിലെല്ലാം അതാണുള്ളത്. പക്ഷേ ഈ 3 ലിറ്റർ എഞ്ചിനിൽ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ ഈ ഗ്ലോസ് ബ്ലാക്ക് ത്രൂ ഔട്ട് വരുന്നുണ്ട്. പിന്നെ മേജറായിട്ടൊരു ചേഞ്ച് ഉള്ളത് അത് ഫേസ് ലിഫ്റ്റിൽ വന്ന ചേഞ്ച് അല്ല, ഈ ട്രോഫി എഡിഷനിൽ മാത്രം വന്ന ചേഞ്ചാണ്. 20 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമ്മാണ്. സ്റ്റീൽ റിം വരുമ്പോൾ സാധാരണ കുറച്ചും ചെറുതായിരിക്കും. ഇപ്പോൾ 20 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിം കോമൺ അല്ല. സ്റ്റീൽ റിം വന്നിട്ടുണ്ട്, ഓൾട്ടറേറ്റ് ടയറും ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എലമെൻറ്റാണ്. ഇപ്പോൾ ഞാൻ ഡിഫൻഡറിൽ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു എഡിഷനിൽ വൈറ്റ് വീലായിട്ട്. ഞാൻ അതായിരുന്നു ആക്ച്വലി ലിബിൻ്റെ ബ്ലൂ വണ്ടിയിൽ വേണമെന്ന് വിചാരിച്ചത്. പക്ഷേ അലോയിൻ്റെ എല്ലാവർക്കും ഇഷ്ടം കൊണ്ട് അങ്ങനെ എടുത്ത്. പിന്നെ ഒരു മഡ് ഫ്ലാപ്പ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അതും അഗെയിൻ ട്രോഫി എഡിഷനിൽ മാത്രം വന്നിരിക്കുന്നത്. സൈഡിലൊന്നും ഒരു മാറ്റും ആക്ച്വലി ഫേസ് ലിഫ്റ്റിലും ട്രോഫിയിലൊന്നും വന്നിട്ടില്ല, ഈ കളറിൻ്റെ അല്ലാതെ. ഈ റൂഫ് കാരിയർ ഉണ്ട്, ഓപ്ഷണലാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡ് ബോക്സ് ഉണ്ട്, ഇത് നമ്മൾ കണ്ടതാണ്, അതും വരുന്നുണ്ട്. പിന്നെ അഗെയിൻ ബാക്കിലും മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട്. ഈ ചിംഫ് ഡിഫറൻസേ ഉള്ളൂ. ഈ റെയറിലേക്ക് വരുമ്പോൾ ഫേസ് ലിഫ്റ്റിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമുള്ളത് വീണ്ടും ടെയിൽ ലൈറ്റാണ്. ടെയിൽ ലൈറ്റ് ഇപ്പം ഫ്ലഷ് ആയിട്ടുണ്ട്. നേരത്തെ ഉള്ളോട്ട് കട്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു. ഫ്ലഷും ഉണ്ട്, അതിൻ്റെ ഒരു ഇല്ലുമിനേഷനും മാറിയിട്ടുണ്ട്. ഈ വീൽ തന്നെയാണ് സൈഡിലും വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ മാറ്റം. പിന്നെ ടോ ഹുക്ക് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഇവിടെയും ഫ്രണ്ടിലും വരുന്നുണ്ട്. ഇത്രയും മാറ്റങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുള്ള മെയിൻലി ട്രോഫി എന്നുള്ള ലോഗോ ഇവിടെ വരുന്നുണ്ട്. അത് ബി പില്ലറിൽ ഈ ബോക്സുള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും മനസ്സിലായത് ഇവിടെ സാധാരണ ഒരു ഡിഫൻഡർ എലമെൻ്റ് ഉണ്ട്, അതിൽ വന്നിരിക്കുന്ന ട്രോഫി ലോഗോ ഉണ്ട്. അപ്പോൾ ഈ കളർ മാത്രമല്ല, ട്രോഫി എഡിഷനിൽ വന്നിരിക്കുന്ന അണ്ടർ ബോഡി സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ശരിക്കും ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രോഫി എഡിഷൻ വണ്ടി വാങ്ങിയിട്ടാണ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അവർ ഇംഗ്ലണ്ടിൽ മാത്രമാണ് ഇനീഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് എഡിഷൻ മുതലാണ് ലോകത്തുള്ള എൻട്രീസ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള UK ജീവിക്കുന്നവർക്ക് ഈ വർഷം ശരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണം ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വണ്ടി വാങ്ങുന്നൊരു വെറും ഒരു എഡിഷനായിട്ട് വാങ്ങുന്ന പകരം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് കൂടെ വെക്കുകയാണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടോ 3 കൊല്ലം കഴിഞ്ഞിട്ടോ നല്ല പ്രിപ്പറേഷനിൽ വേണ്ടി വരും. ആണെങ്കിൽ അതൊരു അടിപൊളി ഇവൻ്റ് തന്നെ ആയിരിക്കും. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. നിന്നപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു 2000. ഇപ്പം തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും ഒരു ചാൻസ് ഒരു മീഡിയ എൻട്രിയെങ്കിലും കിട്ടിയെങ്കിൽ നല്ലത്. അടിപൊളിയായിരിക്കും. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇവൻറ്റ്. ട്രോഫി എഡിഷനിൽ വന്നിരിക്കുന്ന 3 ലിറ്ററിൻ്റെ ഇഞ്ചിനും ഡീസൽ എഞ്ചിനാണ്. 350 HP പവറും 700 Nm ടോർക്കുള്ള 8 സ്പീഡ് ഗിയർ ബോക്സാണ് വന്നിരിക്കുന്നത്. ലാൻഡ്രോയുടെ ഫേമസ് ആയിട്ടുള്ള 4-wheel drive സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോ എനിവെയർ വെഹിക്കിളാണിത്, അതിലൊരു കാര്യം ഡൗട്ടില്ല. ഇതിൻ്റെ ടോർക്ക് റിയൽ എൻജോയ്. പക്ക ഒരു ഓഫ് റോഡിൽ ഓടിക്കേണ്ട വണ്ടി ഇപ്പോൾ ഓടിക്കുന്നത് മുംബൈയിലെ നരിമൻ പോയിന്റിലും മെറൈൻ ഡ്രൈവിലെല്ലാം. എനിവേ നമുക്ക് ഏതായാലും വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ സാധാരണ ഡിഫൻഡറിൽ നിന്നും മേജർ ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കണ്ട എസ്തറ്റിക്കൽ ചേഞ്ചസിൻ്റെ പുറമേ ഉള്ള ചേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി അണ്ടർ ബോഡിയിൽ ഉള്ള സ്ട്രോങ് ആയിട്ട് ഓഫ് റോഡിങ്ങിന് പറ്റുന്ന രീതിയിൽ എലമെൻസ് എല്ലാം കൊടുത്തതാണ്. എൻജിൻ നേരത്തെ ഉണ്ടായിരുന്ന 3 ലിറ്റർ എൻജിൻ തന്നെയാണ്. അത് ആക്ച്വലി അടിപൊളി എഞ്ചിനാണ്. ശരിക്കും പറഞ്ഞാൽ 2 ലിറ്റർ ഇനീഷ്യലി വന്നപ്പോൾ എല്ലാവർക്കും അത് മതിയായിരുന്നു. ഇപ്പം എല്ലാവർക്കും വേണ്ട ഒരു എഞ്ചിനാണ് ഈ 3 ലിറ്റർ എഞ്ചിനും ഡീസലാണെങ്കിലും പെട്രോളാണെങ്കിലും. അല്ല, ഡീസലാണ് എൻ്റെ ഫേവറേറ്റ്. അതിൻ്റെ മെയിൻ കാരണം ടോർക്കാണ്. ഓഫ് റോഡിൽ ടോർക്കിനെ പോലെയല്ല പവർ, ടോർക്കാണ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള സംഗതി. മൊമെൻറ്റം കൺട്രോൾ ചെയ്യാനും എല്ലാം ഉള്ളത്. ഞാനത് പറയാൻ കാരണം, ഞാൻ ക്യാമൽ ട്രോഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണെങ്കിൽ നേരിട്ട് അറിയുന്നത്. അത് സീനിയർ ആയിട്ടുള്ള ഇന്ത്യൻ ഓട്ടോ ജേർണലിസ്റ്റാണ് ബോബ് റൂപാനി. പുള്ളി ഇന്ത്യ കാർ ഓഫ് ദി ഇയറിൻ്റെ ഫൗണ്ടർ പ്രസിഡൻറ്റിലായിരുന്നു. എനിക്ക് വളരെ പേഴ്സണൽ ബന്ധമുള്ള ഒരാളാണ്. ശരിക്കും വളരെ റെസ്പെക്റ്റുള്ള ഒരാളാണ്. കാരണം ഒരുപാട് കഥകൾ ഞാൻ പുള്ളിയെടുത്തും കേട്ടിട്ടുണ്ട്. നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടുകയെന്നറിയില്ല. കിട്ടുമ്പോൾ എല്ലാം നമ്മൾ വാരിയെടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയില്ല.
അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെ ഞാൻ ഒരുപാട് സംസാരിക്കും. അങ്ങനെ ബോബിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവാണ് ക്യാമൽ ട്രോഫിൻ്റെ കുറിച്ച് അറിവ്. അതുപോലെ തന്നെ പല ഈ ഇപ്പോൾ ജീപ്സിനെ കുറിച്ചിട്ടും പുള്ളിക്കുള്ള രാജ കണക്ഷൻ വെച്ചിട്ട് ഹണ്ടിങ്ങിന് പോയതും അതുപോലെ തന്നെ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നോളജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ മേജറായിട്ടുള്ള ഒന്ന് തന്നെയാണ് ക്യാമൽ ട്രോഫീൻ്റെ എക്സ്പീരിയൻസ്. കാരണം പുള്ളി ക്യാമൽ ട്രോഫിയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു മാർഷലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൻ്റെ എല്ലാ ഇൻ ആൻഡ് ഔട്ട് അറേഞ്ച് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ നേരത്തെ ട്രോട്ടലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പറയാൻ കാരണം വെച്ചാൽ 65th ആനിവേഴ്സറി ലാൻഡ് റോവറിൻ്റെ നടന്നിട്ടുണ്ടായിരുന്നു UK. അപ്പോൾ അന്ന് തന്നെ അവർ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ UK പോയപ്പം ബോബും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അന്ന് ബോബ് എനിക്ക് അന്ന് ക്യാമൽ ട്രോഫിയുടെ വണ്ടിയെല്ലാം കാണിച്ചപ്പോൾ പറഞ്ഞു അവരൊരു ടെസ്റ്റിൽ ഒരു സംഗതിയാണ് ത്രോട്ടിൽ കൺട്രോൾ. അപ്പം ഡ്രൈവേഴ്സിനെ അവർ ട്രെയിൻ ചെയ്യിക്കുന്ന മുന്നേ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുന്നതൊക്കെ സംഗതിയാണ് ഓരോ ലെവലിലും ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാന്നുള്ളത്. അപ്പം 1000 RPM ആണെന്ന് വെച്ചോ, 1000 RPM എന്നും 1200 RPM അത് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ആവാൻ പാടില്ല. 1200 എത്തുക, അത് 1100 കുറയ്ക്കുക, പിന്നെ 1300 ആക്കുക, 1000 കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള കൺട്രോൾസ് ആയിരുന്നു അന്ന് ചെയ്ത് സെലക്ട് ചെയ്തിരുന്നത്. കാരണം ഈ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ആ മൊമെൻറ്റം കളയരുത് എന്നുള്ളതാണ് മെയിൻ സൈൻ. ഇപ്പോൾ ക്യാമൽ ട്രോഫി എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്ട്രീം ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരത് കൊള്ളിക്കുന്നത് അവരുടെ ഒരു കൺട്രോളും കാര്യങ്ങളും കാണിക്കുന്ന ഒരു എലമെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ട്രെയിൻ ചെയ്ത് ബാക്കിയുള്ള അഡ്വൈസെല്ലാം കൊടുക്കും. പക്ഷേ പൂർണ്ണമായ ട്രെയിനിങ് അല്ല, കോമ്പറ്റീഷനാണ്, സെൽഫ് ട്രെയിൻഡ് ആയിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ ഒരു കാര്യം അതാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അന്ന് ആ ത്രോട്ടലിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് നോളജ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ടോർക്ക് കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് എഞ്ചിൻ റവ് ചെയ്യാതെ തന്നെ വണ്ടി എടുത്തു പോകാനെല്ലാം പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. സോ അത് ശരിക്കും നമുക്ക് ഈ ടോർക്ക് ഉണ്ടാകുമ്പോൾ ഗുണം ചെയ്യും. 700 Nm ആണ് ടോർക്ക്. ഗിയർ ബോക്സ് ആണെങ്കിലും ഗിയർ ബോക്സിൻ്റെ ട്യൂണിങ് അത് ഓരോ ടെറൈൻ മോഡ്സിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ത്രോട്ടൽ റെസ്പോൺസായി മാറും. അതും അഗെയിൻ വളരെ ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഓട്ടോ ഉണ്ട്, ഓട്ടോൻ്റെ പുറമെ പല മോഡ്സ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഓരോ മോഡിലും ഓരോ ടെറൈൻ റെസ്പോൺസുകളാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഈ ത്രോട്ടലിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും നല്ല ഒരു കൺട്രോളും കോൺഫിഡൻസും ലഭിക്കും. പിന്നെ ഇൻറ്റീരിയറിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ഈ ഒരു പെയിൻറ്റിൻ്റെ കളർ നമുക്ക് ഉള്ളിലേക്ക് കാണാം, പുറത്തുള്ള അതേ പെയിൻറ്റ് തന്നെ ഉള്ളോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ ഡിഫൻഡറിനെല്ലാം എഴുതിയിട്ടുള്ള ഭാഗത്തെല്ലാം തന്നെ അത് കാണാൻ പറ്റും. വേറെ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് വന്നില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിഫൻഡറിൻ്റെ എലമെൻറ്റ്സ് തന്നെ ഉള്ളത്. അതുപോലെ ബോംബെയിൽ ഇരിക്കാൻ നമുക്ക് ഒരു സംഗതി കാണാം. ഞാൻ റീലിൽ നേരത്തെ കൊണ്ടുവന്നിരുന്നു. എനിക്ക് ബോംബെയിലെ മ്യൂസിക്കൽ റോഡുണ്ട്, കോസ്റ്റൽ റോഡിലാണത്. അതിങ്ങനെയാണ്. ജയ് ഹോ ആണ് അത്. എ റഹ്മാൻ്റെ കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റായി കിട്ടും. ഞാൻ കുറച്ച് സ്ലോ ആയി പോയിട്ടുണ്ട്. ഇത് നരിമൻ പോയിന്റ് നിന്നും വേൾഡിലേക്ക് പോകുന്ന സൈഡിൽ ടണൽ കഴിഞ്ഞാൽ വരും. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബോംബെയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് ലൈൻ പിടിച്ച് ഒരു 60 സ്പീഡിൻ്റെ മേലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പാട്ട് ശരിക്കും 70-75 കറക്റ്റായിരിക്കും. റീലിൽ അത് കറക്റ്റായിരുന്നു. എനിവേ നമുക്ക് ഇൻറ്റീരിയറിൽ വേറെ മാറ്റമൊന്നുമില്ല. നമ്മൾ ഡിഫറൻറ്റിൽ കണ്ടിട്ടുള്ള ആ ഒരു സോളിഡ് പർപ്പസ്ഫുൾ ഒരു യൂട്ടിലിറ്റി ഓറിയൻറ്റഡ് ഇൻറ്റീരിയറാണ്. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിലൊരു ഡ്രോബാക്ക് ഞാനൊന്നും പറയാറുള്ളത് ഈ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ സ്ട്രെയിറ്റ് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു കേവ് ഉള്ളതുകൊണ്ടും പലപ്പോഴായിട്ട് വെളിച്ചം കൂടുതലുള്ളപ്പോൾ വെയിലുള്ളപ്പോൾ എല്ലാം തന്നെ നമുക്ക് മാപ്പ് കാണാനും അതിലൊരു റിഫ്ലക്ഷൻ വരുന്നതിൽ ഡ്രോബാക്ക് ഉണ്ട്. അത് മാത്രമാണ് എനിക്ക് ഡ്രോബാക്ക് ഉണ്ടായിരുന്നു തോന്നുന്നത്. പിന്നെ ഇത് കുറേ കൂടിയും യൂട്ടിലിറ്റി, മോർ ലക്ഷറി അല്ല, മോർ യൂട്ടിലിറ്റി ടൈപ്പ് ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ ക്യാമൽ ട്രോഫി എഡിഷനിൽ വലിയ മാറ്റമൊന്നും വരുന്നുണ്ടില്ല. ഓഫ് റോഡിനെല്ലാം പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഓപ്പൺ റോഡിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നല്ല വിൻഡിലുണ്ടാകുമ്പോഴുള്ള ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാരിയറും ബോക്സുമാണ്. ശരിക്കും അത് ഇതിൻ്റെ എയർഡൈനാമിക്സിന് ശരിക്കും ഒരു പ്രശ്നമാണ്. നമുക്ക് ഡ്രാഗ് ഫീൽ ചെയ്യും. ഇപ്പോൾ കുറച്ച് സ്ലോയിലാണ് പോകുന്ന വണ്ടി ട്രാക്ക് ചെയ്യുന്നത്. നേരത്തെ സ്പീഡിൽ പോകുന്ന സമയത്ത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്
അതേപോലെ തന്നെ ബോക്സ് നമുക്ക് മിററിൽ നോക്കി ശീലിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ബോഡിയുടെ ഇങ്ങനത്തെ ഒരു ഭാഗത്തേക്ക് ബോക്സ് വരുന്നുണ്ട്, അതൊരു തടസ്സം വരിക. ശരിക്കും ആ പോയിന്റിലാണ് വേറെ ദൂരത്ത് വരുന്ന വണ്ടിയെല്ലാം കാണുന്നത്. അങ്ങനെ ഒരു എക്കണോമിക് ഡ്രോബാക്ക് ഉണ്ട് ഇതിൽ. ഇത് ഞാൻ മുമ്പ് അനുഭവിച്ചിരുന്ന, ഞാൻ 130 ഡിഫൻഡർ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് അതിൽ ഫുള്ളി സ്പെക്ക് ചെയ്ത് മേലെ ബോക്സും ഉണ്ടായിരുന്നു. അപ്പോൾ കാരിയറിൻ്റെ ഓർമ്മ ബോക്സും കൂടെ ആയപ്പോൾ നല്ല ഡ്രാഗ് ആയിരുന്നു അത്. ഷേഖ് സായിദ് റോഡിലൂടെ പോകുമ്പോൾ ശരിക്കും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഇപ്പോഴും അതുണ്ട്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് എന്തായാലും കണക്കിലെടുക്കേണ്ടി വരും. നമ്മൾ സ്പീഡിൽ പോകുമ്പം ആ ഒരു ഡ്രാഗ് ഫീൽ ചെയ്യും. കാരിയറുള്ളവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി അത്. എനിവേ വേറെ കാര്യമായ ചേഞ്ച് ഒന്നും ഈ ട്രോഫി എഡിഷനിൽ വന്നിട്ടില്ല. ട്രോഫി എഡിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമൽ ട്രോഫീനെ കമമറേറ്റ് ചെയ്യണതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിലൊരു കാണണം. ഇപ്പോൾ വണ്ടി എടുക്കുക പറ്റും, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എടുക്കാം. വണ്ടി എടുക്കുന്ന മാത്രമല്ല, നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റൽ ഒരു പ്രധാനമാണ്. അപ്പം ക്യാമൽ ട്രോഫി പോലുള്ള ട്രോഫി കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ബി ഗ്രേറ്റ്. സോ ഡോണ്ട് മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. എന്നാൽ ഡിഫൻഡർ പല വീഡിയോയും പല വേരിയൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ എഡിഷനാണ്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഫൻഡർ എന്നുള്ള കമൻറ്റിൽ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്, എൻജോയ് വില്ലിംഗ്.